நல்லா இருந்துச்சு, சூப்பராக இருக்குது, ஒன் டைம் வாட்சபிள். எங்கடா 3 கேரக்டரൊക്കെ வந்தപ്പോൾ கொஞ்சம் ஒரு மாதிரி ஃபிக்ஷனல் பேஸ்டு, லைட்டாக புரியும், இன்னொரு தடவை பார்க்குற மாதிரி இருக்கும். എടാ 3 ക്യാരക്ടറായിട്ട് വന്നപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അത്? നല്ല രസമുണ്ട്, എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. ഫാൻറ്റസി ആയിരുന്നു കൂടുതലും, ഫാൻറ്റസി നല്ലതായിരുന്നു. വിഷ്വൽസും 3 ക്യാരക്ടറിൽ മണിയനാണ് പീക്ക് ചെയ്തത്. പടം ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ ഒരു സാധാരണ രീതിയിലാണ് പോയത്, പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ ആയപ്പോഴാണ് ഇത്തിരി പീക്ക് ചെയ്തത്. പിന്നെ നമ്മളെ പ്രസൻറ്റ് ടൈം ഇത്തിരി കയറും, അപ്പോൾ അതുവരെ പാസ്റ്റ് ടൈംസാണ് കൂടുതൽ സീനായിട്ട് വന്നത്. നല്ല സിനിമയായിരുന്നു. എന്താ ഇഷ്ടപ്പെട്ടെന്തോ പടത്തിൽ പറയാൻ? ഇഷ്ടപ്പെട്ടത് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു സിനിമ. ഒരു തരത്തിൽ നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്ന ഒരു ഷോട്ട് പോയോ അങ്ങനത്തെ ഒരു സമയമൊന്നുമില്ല. നല്ല വിഷ്വൽസ് ആയിരുന്നു, വളരെ നന്നായിരുന്നു എല്ലാവരും. ടോവിനോട് 3 ക്യാരക്ടർ വ്യത്യാസം? ടോവിനോന്റെ രണ്ടാമത്തെ മോഷൻ മണി എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ ഇൻട്രിഗ്യൂയിങ് ആക്കി തോന്നി. അതായത് ഭയങ്കര നന്നായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അതായിരുന്നു. കേളും കൊള്ളാം, അജയനും നന്നായിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്നു മണി എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. കൊള്ളായിരുന്നു, നല്ല സിനിമ. 3D ആണ് കണ്ടത്. 3D 9:30 ഷോ അവൈലബിൾ അല്ലെന്ന് പറയും, മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കും മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്. വിഷ്വലി നൈസാണ്, കിടിലം. തിയേറ്റർ എക്സ്പീരിയൻസ് പൊളിയാണ്. ഒരു 3 ക്യാരക്ടറായിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീല് വന്നില്ല. ഞാൻ സ്വാഭാവികമായിട്ടും 2D ആണ് കാണുന്നത്. പിന്നെ നമ്മൾ ഗ്ലാസ് വെച്ച് കാണുമ്പം അറിയാലോ, സ്വാഭാവികമായിട്ട് 2D എഫക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. എനിക്കിഷ്ടപ്പെട്ട്, നല്ല പടം. നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്തോ പടത്തിലെ ഒരു 3 ക്യാരക്ടറായിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് എങ്ങനെ? അത് നല്ല എന്താ മണിയൻ്റെ ക്യാരക്ടർ സൂപ്പർ ക്യാരക്ടറാണ്, അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട്. പിന്നെ ബാക്കിയുള്ളത് കൊള്ളാം. എങ്ങനെ വിഷ്വലി എങ്ങനെ ഉണ്ടായിരുന്നു? വിഷ്വലി നല്ലൊരു ട്രീറ്റാണ്.